സ്കാം പ്രൊജക്ടുകളെ എങ്ങനെ തിരിച്ചറിയാം? കഴിഞ്ഞുപോയ ഒരുപാട് സ്കാം പ്രൊജക്ടുകളെ പറ്റി പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നതായി ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇനി പറയാൻ പോകുന്ന കാര്യങ്ങളെല്ലാം തന്നെ ഒരു കമ്പനിയിൽ അല്ലെങ്കിൽ ഒരു പ്രൊജക്റ്റിൽ കാണുന്നുണ്ടെങ്കിൽ 100% അത് സ്കാം തന്നെയായിരിക്കും. ഒന്നാമത്തെ കാര്യം, വാലിഡ് ആയിട്ടുള്ള സർട്ടിഫിക്കറ്റ് ഇല്ലാത്ത ഏതൊരു പ്രൊജക്റ്റും 100% സ്കാം തന്നെയായിരിക്കും. രണ്ടാമതായിട്ട്, പ്രോപ്പർ മാനേഴ്സിലുള്ള ഡിജിറ്റൽ അല്ലെങ്കിൽ ഫിസിക്കൽ പ്ലാറ്റ്ഫോം കമ്പനിക്ക് ഉണ്ടാകത്തില്ല. ഉണ്ടെങ്കിൽ തന്നെ ഒട്ടും ആക്സസബിൾ അല്ലാത്ത ലൊക്കേഷനിലായിരിക്കും അവരുടെ പ്രവർത്തനം. മാത്രമല്ല, ഫിസിക്കൽ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലൂടെ മാനേജ്മെന്റിന്റെ ഫേസ് റിവീൽ ചെയ്യാൻ അവർ തയ്യാറാവില്ല. മൂന്നാമത്തെ കാര്യം, നമ്മുടെ ചോദ്യങ്ങൾക്ക് കറക്റ്റ് ആയിട്ട് കമ്പനിക്ക് പ്രൂഫ് സഹിതം ഉത്തരം തരാൻ കഴിയുന്നില്ലെങ്കിൽ അത് 100% സ്കാം തന്നെയാണ്. മറ്റൊന്ന്, റെപ്യൂട്ടഡ് അല്ലാത്തൊരു തേർഡ് പാർട്ടിക്ക് നമ്മുടെ ഫണ്ടിന്റെ മുഴുവൻ ആക്സസും കൊടുക്കുന്നത് സ്കാം ആവാനുള്ള സാധ്യതയുണ്ട്. ഉദാഹരണമാണ് MTF, MCT, LR സ്കാം പ്രൊജക്ടുകൾ. അടുത്തതായി നോക്കേണ്ടത് ബൈനറി പ്ലാൻ, ലെവൽ പ്ലാൻ വഴിയുള്ള റെഫറൽ ബെനിഫിറ്റ് പ്രൊഡക്റ്റോ സർവീസോ ഇല്ലാണ്ട് തന്നെ കമ്പനിയുടെ പ്രൊഫൈലിൽ ഉൾപ്പെടുത്തി അതിന് മുൻതൂക്കം കൊടുക്കുന്നുണ്ടെങ്കിൽ സ്കാം ആവാനുള്ള സാധ്യതയുണ്ട്. കമ്മ്യൂണിക്കേഷൻ നിലനിർത്താൻ വാട്സപ്പും ഫോൺ നമ്പറും സോഷ്യൽ മീഡിയയും ഒക്കെ ഉള്ള ഈ സമയത്ത് ടെലഗ്രാമിലൂടെ മാത്രം കോണ്ടാക്ട് കീപ്പ് ചെയ്യുന്നുള്ളൂ എങ്കിൽ അത് സ്കാം ആവാനുള്ള ചാൻസ് കൂടുതലാണ്. ബിക്കോസ് പിന്നീട് ഒരു സ്കാം നടന്നാൽ ടെലഗ്രാം വഴി ട്രാക്ക് ചെയ്യുക എന്നുള്ളത് കമ്പാരിറ്റീവ്ലി ഡിഫിക്കൽട്ട് ആണ്. ഒരു പ്രൊജക്ട് നമ്മുടെ മുന്നിലേക്ക് എത്തിയാൽ ഇത്തരം കാര്യങ്ങൾ വെരിഫൈ ചെയ്യാന്നുള്ളത് നമ്മുടെ ഉത്തരവാദിത്തമാണ്.